നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ കുരുക്കിലേക്ക്. സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. 142 കോടി രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ചു. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ED ഡൽഹി കോടതിയെ അറിയിച്ചു. സോണിയ, രാഹുൽ, സാം പെട്രോഡ, സുമൻ ദുബെ തുടങ്ങിയവരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. അതായത് സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള നേതാക്കൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന അന്വേഷണ ഏജൻസി കോടതിക്ക് മുൻപാകെ വളരെ കൃത്യമായി അറിയിക്കുകയും അതിന്റെ തെളിവുകൾ ഒപ്പം വിശദാംശങ്ങളും കുറ്റപത്രത്തിലൂടെ നേരത്തെ കോടതിക്ക് മുൻപാകെ എത്തിച്ചിരുന്നു. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലാണ് ഡൽഹി കോടതിയിൽ ഇത്തരത്തിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയയും ഒപ്പം നിലവിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ, സാം പെട്രോഡ, സുമൻ ദുബെ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കുറ്റം ചെയ്തു എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ രാഹുലും സോണിയയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അനധികൃതമായി കൈവശം വെച്ചു. അതിൽ 751 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം തന്നെ കണ്ടുകെട്ടിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം മുൻപോട്ട് പോവുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയെ 1-ാം പ്രതിയാക്കിയും രാഹുലിനെ 2-ാം പ്രതിയാക്കിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി റൌസാവനി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിലും സമാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. നാഷണൽ ഹെറാൾഡിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് സോണിയയും രാഹുലും അനധികൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു പോകുന്നത് എന്നുള്ളത് തന്നെയായിരുന്നു ഈ കുറ്റപത്രത്തിലും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ, അത് കെട്ടിടവും ഭൂമിയും ഉൾപ്പെടെയുള്ള ഏകദേശം 2000-ലധികം കോടി രൂപ വില വരുന്ന സ്വത്തുവകകൾ രാഹുലും സോണിയയും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തതിലെ ക്രമക്കേടുകളാണ് 2012-13 കാലത്ത് പുറത്തു വന്നിട്ടുള്ളത്. സുബ്രഹ്മണ്യസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു ആ സമയത്ത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ടത്. അതായത് വെറും 5 ലക്ഷം രൂപ മാത്രം മൂലധനം ഉണ്ടായിരുന്ന രാഹുലും സോണിയയും ഡയറക്ടർമാരായിട്ടുള്ള യങ് ഇന്ത്യ കമ്പനിയാണ് കോടിക്കണക്കിന് രൂപ വില വരുന്ന നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ സ്വത്തുക്കൾ ഏറ്റെടുത്തത്. എങ്ങനെയാണ് 5 ലക്ഷം രൂപ മാത്രം മൂലധനമുള്ള യങ് ഇന്ത്യ കമ്പനി ഇത്രയധികം കോടി രൂപയുടെ സ്വത്തുക്കളെ ഏറ്റെടുത്തത് എന്നാണ് ആദ്യം പുറത്തു വന്നിരുന്നത്. പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി 2022-ൽ സോണിയയും രാഹുലിനെയും തുടർച്ചയായി അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോടതിയിലേക്ക് കുറ്റപത്രം എത്തുമ്പോഴാണ് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ സോണിയയും രാഹുലും നാഷണൽ ഹെറാൾഡ് കള്ളപ്പണ കേസിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒപ്പം 142 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കൾ അനധികൃതമായി കൈവശം വെച്ച് അനുഭവിച്ചു പോന്നു എന്നുള്ള വിവരവും അന്വേഷണ ഏജൻസിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.